സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ എസ്എഫ്ഐക്കാരായ പ്രതികളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള സത്യാഗ്രഹ സമരത്തിലാണ് വിമർശനം. നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന സത്യാഗ്രഹ സമരം സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു. വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം കൃത്യമായ പ്രതികളിലേക്ക് എത്താത്തതിനാലും കേസിൽ ഗുരുതര അട്ടിമറി നടക്കുന്നതിനാലുമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ആവശ്യകത ചർച്ചയാകുന്നത്. ഈ സാഹചര്യത്തിലാണ് സിദ്ധാർത്ഥന്റെ മരണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ സത്യാഗ്രഹ സമരം നടത്തിയത്. സിദ്ധാർത്ഥന്റെ വീടിന് സമീപത്ത് നടന്ന സത്യാഗ്രഹ സമരത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരും പ്രദേശവാസികളും പങ്കെടുത്തു. സത്യാഗ്രഹ സമരം സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു. പ്രത്യാശയുടെ വെളിച്ചമായ വിദ്യാർത്ഥികളെ ഇല്ലാതാക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തിയ വിഭാഗത്തോട് തനിക്ക് വെറുപ്പാണെന്നും സിദ്ധാർത്ഥന്റെ മരണത്തിന് കാഴ്ചക്കാരായ അധ്യാപകരോടും സർവകലാശാല അധികാരികളോടും ലജ്ജ മാത്രമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥിയായിട്ടല്ലാതെ ജാതിയുടെ പേരിലോ സമുദായത്തിന്റെ പേരിലോ അടയാളപ്പെടുത്താൻ ഞങ്ങൾ അധ്യാപകർക്ക് ഒരിക്കലും സാധിക്കില്ല. അവിടെ കാഴ്ചക്കാരായി നിന്ന അധ്യാപകർ അവിടെ ഒരു കൗതുക കാഴ്ച കാണുന്നത് പോലെ നിസ്സംഗരായി നിന്ന മറ്റ് സർവകലാശാല മേലധികാരികൾ ഇവരൊക്കെ ഓർത്ത് ലജ്ജ തോന്നുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ എസ്എഫ്ഐക്കാരായ പ്രതികളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുറന്നടിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ അവരുടെ സംരക്ഷണയിലാണ് ഈ ക്രിമിനലുകളെ അത്രയും ദിവസം ഒളിവിൽ പാർപ്പിച്ചത് എന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടുത്തെ ഭരണകൂടത്തിന്റെ സംരക്ഷണയിൽ പ്രതികളായ ആളുകളെ മുഴുവൻ ഇത്രയും ദിവസം ഒളിപ്പിച്ചു വെച്ച മരണത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തും വരെ നിയമ പോരാട്ടം തുടരാനാണ് വി മുരളീധരന്റെ തീരുമാനം. കുടുംബത്തിനൊപ്പം ഏതറ്റം വരെയും പോകുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.